നമസ്കാരം. കാട്ടാനക്കലിയിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. പ്രധാന വാർത്തകൾ. മേപ്പാടിയിലെ കൊലയാളി ആനയെ തുരത്താനായില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവ്. കൊലയാളി ആനയ്ക്കായി തിരച്ചിൽ നടത്തിയപ്പോൾ 3 കാട്ടാനകളെത്തി. അറുമുഖനെ കൊലപ്പെടുത്തിയ ആന ഏതെന്ന് വ്യക്തമായില്ല. ഓപ്പറേഷനായി കുങ്കിയാനകളും മേപ്പാടിയിൽ. മയക്കുവെടി വയ്ക്കാൻ വനം വകുപ്പ് സജ്ജമെന്ന് DFO. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് വൻ സുരക്ഷയിൽ. വൻ പോലീസ് സംഘത്തെ ആശുപത്രിയിൽ വിന്യസിച്ചത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയതും കനത്ത സുരക്ഷയിൽ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. സംസ്കാരം നടത്തിയത് തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്ന് മക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയ ശേഷം. അറുമുഖന്റെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വനം വകുപ്പ് കൈമാറി. തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം. കാർ ഭാഗികമായി തകർന്നു. ആക്രമണമുണ്ടായത് വീടിന് സമീപം നിർത്തിയിട്ട കാറിനു നേരെ. വിശദമായ വാർത്തകളിലേക്ക്. മേപ്പാടിയിലെ കൊലയാളി കാട്ടാനയെ തുരത്താനായില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവ്. കൊലയാളി കാട്ടാനയ്ക്കായി തിരച്ചിൽ നടത്തിയപ്പോൾ വേറെ 3 കാട്ടാനകളെ കണ്ടെത്തി. ഇതിൽ ഏതാണ് അറുമുഖനെ കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്താൻ ആയിട്ടില്ല. കൊലയാളി കാട്ടാനയെ തുരത്താനായി വനം വകുപ്പ് സർവ്വസജ്ജമായാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. മുത്തങ്ങ ആനപ്പന്തിയിലെ ഉണ്ണികൃഷ്ണൻ, വിക്രം എന്നീ കുങ്കി ആനകളെ എരുമക്കൊല്ലിയിൽ എത്തിച്ചു. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്ത് തന്നെ ആനകളെ കണ്ടെത്തിയെങ്കിലും ഇന്ന് തുരത്താനായില്ല. കൊലയാളിക്കാട്ടാന ഏതാണെന്ന് ഇതുവരെയും തിരിച്ചറിയാനായിട്ടില്ല. 3 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ തിരച്ചിലിൽ ഒരേ സ്ഥലത്ത് 3 ആനകളെ കണ്ടെത്തി. ഇതിലൊന്ന് മോഴയാണ്, മറ്റൊന്ന് പിടിയാനയും, കൂട്ടത്തിൽ കൊമ്പനാനയുമുണ്ട്. ഇതിൽ ഏത് ആനയാണ് കൊലയാളിയെന്ന് തിരിച്ചറിയണം. അതിനുശേഷം മാത്രമേ ദൗത്യം സാധ്യമാവുകയുള്ളൂ. വനം വകുപ്പ് ആന ദൗത്യത്തിന് സുസജ്ജമെന്ന് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. ഇന്നിപ്പോൾ 3 ടീമായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ ഈ ആനയെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ആന ഏതായാലും ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിലില്ല, കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. കൂടുതൽ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നോക്കുന്നത്. കൂടാതെ നമ്മൾ മുത്തങ്ങ ആനപ്പന്തിയിലുള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കുങ്കിയാനയെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. വിക്രം എന്ന് പറയുന്ന കുങ്കിയാനയും കൂടി താമസിയാതെ എത്തും. കുങ്കിയാനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് നമ്മൾ ആരംഭിക്കുന്നതാണ്. ഉൾവനത്തിലേക്ക് തുരത്താനായില്ലെങ്കിൽ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ സാധ്യതയും പരിശോധിക്കുമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. മേപ്പാടിയിൽ നിന്നും ഷമീർ നെടുമ്പാലയ്ക്കൊപ്പം ഇല്യാസ്, മലനാട് ന്യൂസ്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂളക്കുന്ന് അറുമുഖന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് വൻ പോലീസ് സുരക്ഷയിൽ. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി പോസ്റ്റ്മോർട്ടം യൂണിറ്റ് പരിസരത്ത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് വലിയ പോലീസ് സംഘത്തെ നിയോഗിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 12:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. രാവിലെ 9:30 മേപ്പാടി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിരുന്നു. തുടർന്നാണ് പോസ്റ്റ്മോർട്ടം ആരംഭിച്ചത്. ഉച്ചയ്ക്ക് 12:30 പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോസ്റ്റ്മോർട്ടം യൂണിറ്റ് പരിസരത്ത് വലിയ പോലീസ് സംഘത്തെയും നിയോഗിച്ചിരുന്നു. നാർക്കോട്ടിക് ഡിവൈഎസ്പി ഭരതൻ, സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി KK അബ്ദുൾ ഷരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരി സർക്കിളിന് കീഴിലെ 6 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള 100ഓളം പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത്. കൂടാതെ സുൽത്താൻ ബത്തേരി താലൂക്ക് റവന്യൂ തഹസിൽദാർ B പ്രശാന്തിന്റെ നേതൃത്വത്തിൽ റവന്യൂ സംഘവും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി. വലിയ പോലീസ് അകമ്പടിയോടെയാണ് മേപ്പാടി എരുമക്കൊല്ലിയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. രാവിലെ ജില്ലാ കളക്ടർ R മേഘശ്രീയും സ്ഥലത്തെത്തി മടങ്ങിയിരുന്നു. മലനാട് ന്യൂസ്, ബത്തേരി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂളക്കുന്ന് അറുമുഖന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് വൻ പോലീസ് സുരക്ഷയിലെന്ന വാർത്തയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. പൂളക്കുന്ന് ഉന്നതിയിലെ വീട്ടുവളപ്പിലാണ് മൃതദേഹം സംസ്കരിച്ചത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള
നിന്ന് മക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ എത്തിയ ശേഷമാണ് സംസ്കാരം നടത്തിയത്. അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ അറുമുഖന്റെ കുടുംബത്തിന് വനം വകുപ്പ് കൈമാറി. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 1:30 അറുമുഖന്റെ മൃതദേഹം എരുമക്കൊല്ലി പൂളക്കുന്നിലെ വീട്ടിലേക്ക് എത്തിച്ചത്. അകത്തെ മുറിയിൽ പായ വിരിച്ച് മൃതദേഹം കിടത്തി. അപ്പോഴേക്കും മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ വീടിനോട് ചേർന്ന പറമ്പിൽ തുടങ്ങിയിരുന്നു. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നും ഇളയ മകൻ എത്താൻ വൈകിയതോടെ 4 മണിക്ക് ശേഷമാണ് മൃതദേഹം സംസ്കരിക്കാനായത്. അറുമുഖന്റെ ചേതനയേറ്റ ശരീരം കണ്ട് ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞു. ഇന്നലെ രാത്രിയാണ് വീടിന് സമീപം വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ അറുമുഖൻ കൊല്ലപ്പെടുന്നത്. അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപയുടെ ചെക്ക് സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ ബന്ധുക്കൾക്ക് കൈമാറി. മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. മലനാട് ന്യൂസ്, മേപ്പാടി. തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിൽ നിർത്തിയിട്ട കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം. പ്രദേശവാസിയായ സജീറിന്റെ കാർ ആണ് ഇന്ന് രാവിലെ 4 മണിയോടെ ആന തകർത്തത്. കാർ ഭാഗികമായി തകർന്നു. വീട്ടിലേക്ക് വാഹനം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് മൂലമാണ്, സൗകര്യക്കുറവ് മൂലമാണ് റോഡരികിൽ സജീർ കാർ നിർത്തിയിട്ടിരുന്നത്. തുടർന്ന് പുലർച്ചെ ശബ്ദം കേട്ട് വന്നു നോക്കിയപ്പോഴാണ് കാട്ടാന കാർ തകർക്കുന്നത് സജീർ കണ്ടത്. പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വാർത്തയിലേക്ക്. മേപ്പാടിയിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം ചേർന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സർവകക്ഷി നേതാക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുമെന്ന ഉറപ്പിന്മേലാണ് യോഗം അവസാനിച്ചത്. മേപ്പാടി എരുമക്കൊല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് സർവകക്ഷി യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വനം വകുപ്പിനെ പ്രതിനിധീകരിച്ച് മേപ്പാടി റേഞ്ച് ഓഫീസർ ബിജു യോഗത്തിൽ പങ്കെടുത്തു. മേപ്പാടിയിൽ കാട്ടാന ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി വേണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സാധാരണ അത് രാഷ്ട്രീയമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തരും ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇതിനെ പൂർണ്ണമായി പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. ഇവിടെ വന്നിട്ട് സർക്കാർ കുറ്റം പറയാം, പഞ്ചായത്ത് കുറ്റം പറയാം, MLA കുറ്റം പറയാം, ഒന്നും നടത്തിയില്ല. അതൊന്നും ഇവിടെ ഇവിടെ പറഞ്ഞാൽ 9 പ്രൊജക്റ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ടെൻഡർ കഴിഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇന്ന് വരെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതിന് തടസ്സം എന്താണ്? രണ്ടാമത് ഇവിടെ ഈ ആനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ അറുമുഖന്റെ കുടുംബത്തിന് അർഹമായ ധനസഹായം ലഭ്യമാക്കാൻ നടപടി വേണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. കൊലയാളി കാട്ടാനയെ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് പിടികൂടണം. ഉത്തരവിറങ്ങിയില്ലെങ്കിൽ ശക്തമായ സമരം പുനരാരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. പോലീസ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മലനാട് ന്യൂസ്, മേപ്പാടി. മേപ്പാടിയിൽ 1.5 മാസത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെ ആളാണ് അറുമുഖൻ. ഗ്രാമപഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. പ്രതികരണങ്ങൾ കേൾക്കാം. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം വരെ ആനയുടെ ശല്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ഏകദേശം പെരുന്നാളിന് മുൻപായിട്ടോ, പെരുന്നാളിൻ്റെ ശേഷമാണെന്ന് തോന്നുന്നുണ്ട്, അല്ല പെരുന്നാളിന് മുൻപ് ഒറ്റൊരാന വന്നു. ആ ആന വന്നിട്ട് 3 ദിവസം അടിക്കടി റോട്ടിൽ കൂടെ തന്നെ വരുന്നത്. അത് ചെമ്പറന്ന് ഇങ്ങോട്ട് നേരെ വരുന്ന വരവാണത്. അത് വന്ന് വീടിൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് നേരെ താഴോട്ടേക്ക് ഇറങ്ങി. ആ ആന ഇന്ന് വരെ പോയിട്ടുമില്ല. എന്ന് വന്ന ദിവസം തൊട്ട് ഈ കുന്ന് ആക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാന്നല്ലാതെ പിന്നെ വരുന്ന നേരെ കോളനിയിലേക്ക്. അവിടെ വന്ന് ഓരോരുത്തർ വീട്ടിൻ്റെ ഇടയിൽ കൂടെ കയറി പോവുക. വീട്ടിലുള്ളിൽ നിൽക്കണ്ടേ, ഒത്തന് പുറത്തിറങ്ങാൻ പറ്റും. ആര് വരാനാണ്? കോളനിക്കാരല്ലേ, അത് അവർ ഓടിച്ചോളും അറിയും. ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മൾ താഴെയാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ആ കാട്ടിലേക്ക് കയറ്റും, അല്ലെങ്കിൽ ഈ മുകളിലേക്ക് കാട്ടിലേക്കും. ഇതിനെ പൂർണ്ണമായിട്ട് ഇവിടുന്ന് മാറ്റണില്ല. ഇപ്പോൾ ചെമ്പ്ര പോലുള്ള സ്ഥലത്തേക്ക് മാറ്റിയാലാണ് നിലമ്പൂർ കാട്ടിലേക്ക് കയറുള്ളൂ. അതിവർ ചെയ്യണില്ല.
ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വരും, കുറച്ച് പേര് വരും, അങ്ങോട്ട് മുകളിലേക്കാക്കും, ഒന്നിലേക്ക് ഉണ്ടാക്കും. അവരെ തലയിൽ നിന്ന് ഒഴിവാക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ഫോറസ്റ്റുകാരും RRT ഒരു നോക്കൂത്തിയായിട്ട് നിൽക്കണം അവിടെ. അത്രയും ഇതാണ്. ഇന്നലെ രാത്രി ഞാൻ അത്രയും പറഞ്ഞാണ് നമ്മളെ വീടിൻ്റെ അവിടെ ആന ഉണ്ട്, ഒരാൾ പോലും നോക്കിയില്ല. അവർക്ക് നോക്കാൻ സമയമല്ല. DFOൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞത്, പക്ഷെ ആരും നോക്കാൻ തയ്യാറല്ല, സമയമല്ല. അതാണ് ഇന്നലെ തന്നെ മൂപ്പരത് നമ്മളെ പോലീസ് വന്നിട്ട് എല്ലാവരും വന്നിട്ടാണ് ഫോറസ്റ്റ് വരുന്നത്. പിന്നെ കഴിഞ്ഞപ്പോൾ നടന്ന് വരുമ്പോഴാണ് പറ്റിയത്. പിന്നെ ഇങ്ങോട്ടേക്ക് വണ്ടി വരില്ലല്ലോ രാത്രി. അപ്പോൾ ആനേൻ്റെ പേടിച്ചുകൊണ്ട് വരുന്നില്ല, ആരും വരുന്നില്ല വിളിച്ചാൽ ഇങ്ങോട്ടേക്ക്. പിന്നെ അത് ഇവിടെ എത്തുമ്പോഴത്തേന് മൂപ്പര് ആനേൻ്റെ മുന്നിൽ വന്നിട്ട് പെട്ട് ആന ഇറങ്ങി മൂപ്പര് ഇവിടെ എത്തി. അതാണ് പറ്റിയത്. 10 വർഷത്തെ കണക്കെടുത്താൽ തന്നെ മതി. മേപ്പാടി പഞ്ചായത്തിൽ 10 വർഷത്തെ കണക്കെടുത്താൽ തന്നെ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഒരു കണക്കെടുത്താൽ മതി. മേപ്പാടി പഞ്ചായത്തിൽ മാത്രം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയാലേ ഇവർ വരും, ഇവർ വന്നിട്ട് 2 പറക്കം പൊട്ടിക്കും പോവും, ആന പോയി പറഞ്ഞിട്ട് ഇവർ പോവും. അതേപോലെ മരിച്ചു കഴിഞ്ഞാൽ വരും, 2 ദിവസം ഒരു വാഗ്ദാനങ്ങൾ തരും, 2ാമത്തെ ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇനി അടുത്ത ആൾ മരിക്കുമ്പോൾ അതേപോലെ വരും, ആവർത്തിക്കും. അത്രേ ഉണ്ടാവുള്ളൂ ഇവിടെ. കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് അറുമുഖൻ കൊല്ലപ്പെട്ടതോടെ ഇന്നലെ രാത്രിയിൽ വനംവകുപ്പിന് നേരെ കടുത്ത പ്രതിഷേധമാണ് നടന്നത്. മൃതദേഹം സ്ഥലത്തുനിന്ന് മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാർ 2.5 മണിക്കൂർ നേരം പ്രതിഷേധിച്ചു. DFOയ്ക്ക് മുന്നിലും പ്രതിഷേധം അരങ്ങേറി. കാട്ടാനയുടെ ആക്രമണ വാർത്ത അറിഞ്ഞതു മുതൽ പ്രദേശത്തേക്ക് ആളുകളുടെ ഒഴുക്കായിരുന്നു. 9 മണിയോടെ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് അറുമുഖനെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. വൈകാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. ആംബുലൻസ് എത്തിച്ച് മൃതദേഹം ആശുപത്രിയിലേക്ക് നീക്കാനായിരുന്നു ശ്രമം. എന്നാൽ പ്രതിഷേധവുമായി നാട്ടുകാർ തടിച്ചുകൂടിയതോടെ ആദ്യ മണിക്കൂറുകളിൽ മൃതദേഹം സ്ഥലത്തുനിന്നും നീക്കാൻ കഴിഞ്ഞില്ല. DFO സ്ഥലത്തെത്താതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്. വൈകാതെ DFO അജിത് കെ രാമൻ സ്ഥലത്തെത്തി. പിന്നീട് പ്രതിഷേധം മുഴുവൻ DFOയ്ക്ക് മുൻപിലായിരുന്നു. നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കും. മേപ്പാടി പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ അംഗീകരിക്കും. സാറ് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. 9 വർഷം മുന്നേ എന്റെ അച്ഛൻ മരിച്ചു, ആനകുട്ടി മരിച്ച ചുളുക്കല്. അന്നു മുതൽ ഞാൻ കേൾക്കുന്നയാ. അത് കഴിഞ്ഞ് കുറെ ആൾക്കാർ വന്നു. ലാസ്റ്റ് ഒരു അവറാച്ചം മരിച്ചു, ചോലമല ഒരു അവറാച്ചം മരിച്ചു. അന്നും ഞങ്ങൾ കേട്ടതാ, ഇന്നും ഞങ്ങൾ കേൾക്കുന്ന. ഞങ്ങൾ മണ്ടന്മാരാ. സാർ ഒന്നും വേണ്ട, ഇതിനൊരു ആൻസർ, ഒറ്റ ആൻസർ പറഞ്ഞിട്ട് സാറ് പോയിക്കോ. ഞങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എന്ത് ഇതെടുക്കുക, ഇൻക്വസ്റ്റ് എടുക്കുക, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുക, ഇത് ഇൻക്വസ്റ്റ് എടുക്കുക. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും DFOയുമായി പലതവണ ചർച്ച നടത്തി. തുടർന്നാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അതായത് ഇപ്പോൾ ഒരു ബോഡി മണിക്കൂറുകളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊതുജനത്തിന്റെ വികാരം മനസ്സിലാക്കിയിട്ട് ആ ബോഡി മാറ്റാനുള്ള ഒരു തീരുമാനം ഇപ്പം എല്ലാവരും കൂടി എടുത്തു വരുന്നുണ്ട്. പക്ഷെ രാവിലെ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് മറവ് ചെയ്യണമെങ്കിൽ ഈ DFO ഉന്നതതല യോഗം ചേർന്ന് അത് രാവിലെ തന്നെ എന്ത് ചെയ്യുക, അതിന് ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് അതിനെ മയക്കുവെടി വെച്ചിട്ട് ഇവിടുന്ന് മാറ്റാനുള്ളതാണ്. സ്ഥിരമായിട്ട് ആവർത്തിക്കുകയാണ്. അത് സ്ഥിരമായിട്ട് വയനാട് ജില്ലയിലെ എല്ലാ ഭാഗത്തുള്ള തന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് മേപ്പാടി പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തും അതിന് ശല്യമുണ്ട്. മേപ്പാടി എനിക്ക് തോന്നുന്നു 8ാമത്തെ മരണമാണ് തോന്നുന്നുണ്ടായിട്ടുള്ളത്. അപ്പം ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ ആളുകളായിട്ട് സംസാരിക്കുന്ന അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരം ജനങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇത് കുങ്കിയാനേൻ്റെ ഇത് പോസിബിൾ അല്ല. ഇപ്പോൾ മയക്കുവെടി വെച്ചിട്ട് ഇവിടുന്ന് മാറണം എന്ന് തന്നെയാണ് ശക്തമായിട്ട് അവസാന നിമിഷം വരെ ജനങ്ങൾ ആവശ്യപ്പെട്ടുള്ളത്. രാത്രി 12 മണിയോടെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയി. മലനാട് ന്യൂസ്, മേപ്പാടി. കാട്ടാനയുടെ ആക്രമണത്തിൽ സർക്കാർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേപ്പാടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. റേഞ്ച് ഓഫീസിന് മുമ്പിൽ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. KPCC അംഗം PP ആലി സമരം ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളായ T ഹംസ, B സുരേഷ് ബാബു, O ഭാസ്കരൻ, R ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ, മറ്റ് UDF നേതാക്കളെ, സഹപ്രവർത്തകരെ, സഹോദരിമാരെ, ഇന്ന് മേപ്പാടി റേഞ്ച് ഓഫീസിലേക്ക് UDF പ്രവർത്തകർ നടത്താനുള്ള മാർച്ച് ആർമുഖൻ ഇന്നലെ മരിക്കുണ്ടായി. വാർത്തകളിലേക്ക്. ജയിലിൽ കിടക്കാൻ ആർക്കും തന്നെ ആഗ്രഹമുണ്ടാകില്ല. എന്നാൽ ജയിലിലെ അനുഭവങ്ങൾ അറിയാനായി എല്ലാവർക്കും താല്പര്യവും ഉണ്ടാകും.
ഇടുങ്ങിയ സെല്ലിൽ കിടക്കാനും തൂക്കുമരം ഉൾപ്പെടെ കാണാനുമൊക്കെ അവസരമൊരുക്കുകയാണ് ജയിൽ വകുപ്പ്. കൽപ്പറ്റയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശനമേളയിലാണ് ഈ കാഴ്ചകളുള്ളത്. ജീവിതത്തിൽ ഒരിക്കലും ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ ജയിൽ അനുഭവങ്ങൾ അറിയാനായി എല്ലാവർക്കും താല്പര്യവുമുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് എൻ്റെ കേരളം പ്രദർശനമേളയിലെ ജയിൽ വകുപ്പിന്റെ പവലിയനിലേക്ക് എത്തിയാൽ മതി. ഇതാണ് ജയിലിലെ സെല്ല്. പ്രതികൾക്ക് കിടക്കാനുള്ള കട്ടിലും അണിയാനുള്ള വസ്ത്രങ്ങളുമെല്ലാം ഇവിടെ കാണാം. സെല്ലിനുള്ളിലെ അവസ്ഥയറിയണമെങ്കിൽ കയറി നോക്കാം. ഇത് വേറെ പുതുതായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. ഇത് വേറിട്ടൊരു അനുഭവമാണ്. എല്ലാവർക്കും ജയിലിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ സാധിക്കും. ഇത് നല്ലൊരു സംഭവമാണ്. സെല്ല് മാത്രമല്ല, തൂക്കുമരത്തിന്റെ മാതൃകയും സജ്ജീകരിച്ചിട്ടുണ്ട്. EMS, AKG, പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കന്മാർ ജയിൽവാസകാലത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രജിസ്റ്ററുകളും പരോൾ അപേക്ഷകളും പ്രമുഖരുടെ ജയിൽ സന്ദർശന രജിസ്റ്ററിലെ കുറിപ്പുകളും പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1976 പരോൾ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയ കത്താണിത്. കത്തിലെ വരികൾ ഇങ്ങനെ: അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചക്കാലത്തെ പരോൾ അനുവദിച്ചു തരണം. ഉചിതമായ തീരുമാനം പ്രതീക്ഷിക്കുന്നുവെന്ന് വിശ്വസ്തയോടെ പിണറായി വിജയൻ. ഇങ്ങനെ വിലപ്പെട്ട പല രേഖകളും പ്രദർശനത്തിന് ഉണ്ട്. വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെയുള്ളതെന്ന് സന്ദർശകരും പറയുന്നു. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഒരു കാലത്ത് സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്ന നാടകത്തിന്റെ അവതരണത്തിനും എൻ്റെ കേരളം പ്രദർശനമേള വേദിയായി. വാർദ്ധക്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി വാർദ്ധക്യ പുരാണം എന്ന നാടകം അവതരിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ലൈബ്രറി സംഗമ വേദിയിലാണ് ഹ്രസ്വനാടകം അവതരിപ്പിച്ചത്. ആണ്ടൂർ ബാലകൃഷ്ണനും ചേർത്തല ചന്ദ്രബോസുമാണ് കുഞ്ഞിക്കണ്ണനും കാളിക്കുട്ടിയുമായി അരങ്ങിലെത്തിയത്. മലയാളി കണ്ടും കേട്ടും കണ്ണു നിറച്ചും കൈയടിച്ച് ആസ്വദിക്കുകയും ചെയ്ത കലയായിരുന്നു നാടകം. ഒരു കാലത്ത് സമൂഹത്തെ വല്ലാതെ സ്വാധീനിച്ച നാടകാവതരണത്തിനും എൻ്റെ കേരളം പ്രദർശനമേള വേദിയായി. ജില്ലാ ലൈബ്രറി കൗൺസിലാണ് ലൈബ്രറി സംഗമത്തിന്റെ ഭാഗമായി നാടകം ഒരുക്കിയത്. വാർദ്ധക്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി വാർദ്ധക്യ പുരാണം എന്ന നാടകമാണ് നിറഞ്ഞ വേദിക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. വാർദ്ധക്യം ഒരു സങ്കല്പമല്ല, കാലത്തിന്റെ യാഥാർത്ഥ്യമാണെന്ന സന്ദേശമായിരുന്നു നാടകത്തിന്റെ പ്രമേയം. ചൂടുള്ളപ്പോ ചൂടും തണുപ്പുള്ളപ്പോ തണുപ്പും എന്റെ മനുഷ്യ അതങ്ങനെയൊന്നുമല്ല. ചൂടുള്ളപ്പോ തണുപ്പും തണുപ്പുള്ളപ്പോ ചൂടും, അതാണ് എടി. നല്ല നിലാവുള്ള രാത്രിയില് വീടിന്റെ അകത്തിരുന്ന് അട്ടത്തേക്ക് നോക്കിയ ചന്ദ്രനെ കാണാമോ? അയ്യോ, ചന്ദ്രനെ മാത്രമല്ല, ആകാശത്തിന്റെ മൊത്തം നക്ഷത്രം. വെളിച്ചം വെട്ടം റൂമിന്റെ അകത്തെത്തുവോ രാത്രി? അയ്യോ, സൂര്യപ്രകാശം പോലത്തെ വെട്ടം. ആണ്ടൂർ ബാലകൃഷ്ണനും ചേർത്തല ചന്ദ്രബോസുമാണ് കുഞ്ഞിക്കണ്ണനും കാളിയുമായി തകർത്തഭിനയിച്ചത്. ബത്തേരി അഭിനയ പെർഫോം തിയേറ്ററാണ് നാടകം അവതരിപ്പിച്ചത്. ജീവിത തിരക്കുകൾക്കിടയിൽ വഴുതിപ്പോകുന്ന ചിലരുണ്ടെന്ന് കാണികളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു നാടകം. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. ആസ്വാദകരുടെ മനം കവർന്ന് ആൽമരം മ്യൂസിക് ബാൻഡ്. കൽപ്പറ്റയിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശനമേളയിലാണ് ആൽമരം കലാകാരന്മാർ പാടിയും നൃത്തം വെച്ചും ആസ്വാദകരുടെ കയ്യടി നേടിയത്. കൗമാരക്കാരും യുവജനങ്ങളുമാണ് കൂടുതലായും പരിപാടി കാണാൻ എത്തിയത്. പതിഞ്ഞ താളത്തിലായിരുന്നു ആൽമരം തുടങ്ങിയത്. പിന്നീട് കണ്ടത് ഇങ്ങനെ. പരിപാടി ആരംഭിക്കും മുൻപ് തന്നെ ഇരിപ്പിടങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. കൗമാരക്കാരും യുവജനങ്ങളുമായിരുന്നു വേദി കൂടുതലായി കൈയടക്കിയത്. പാട്ടു തുടങ്ങിയതോടെ സദസ്സ് പാട്ടിന്റെ താളത്തിൽ ലയിച്ചു ചേർന്നു.
ഹോസ്റ്റൽ മുറിയിൽ നിന്നും കൊട്ടിപ്പാടി തുടങ്ങിയ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ആൽമരം. ആൽമരം എന്ന പേരിൽ മലയാളക്കരയിൽ നിറഞ്ഞാടുകയാണ് ഈ സംഘം. വേറിട്ട സംഗീതാവതരണത്തിലൂടെ നാടാകെ പേരെടുത്തു. 11 പേരാണ് മ്യൂസിക് ബാൻഡിൽ ഉള്ളത്. ഇതിനകം ഒട്ടേറെ വേദികൾ പിന്നിട്ട ആൽമരം ബാൻഡിന് ആരാധകരും ഏറെയാണ്. ഇന്നലെയാണ് എന്റെ കേരളം വേദിയിൽ കലാപരിപാടികൾക്ക് തുടക്കമായത്. ആദ്യ പരിപാടിക്ക് തന്നെ വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. കണ്ണൂർ ഷെരീഫ് ഉൾപ്പെടെയുള്ള കലാകാരന്മാർ വരും ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 432, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 265, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 700, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 690, നേന്ത്രക്കായ് കിലോയ്ക്ക് 46, ഇഞ്ചി ചാക്കിന് 1350, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 182, സ്വർണം പവന് 72,040, വെള്ളി ഗ്രാമിന് 110 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മേപ്പാടിയിലെ കൊലയാളി ആനയെ തുരത്താനായില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവ്. കൊലയാളി ആനയ്ക്കായി തിരച്ചിൽ നടത്തിയപ്പോൾ 3 കാട്ടാനകളെത്തി. അറുമുഖനെ കൊലപ്പെടുത്തിയ ആന ഏതെന്ന് വ്യക്തമായില്ല. ഓപ്പറേഷനായി കുങ്കിയ ആനകളും മേപ്പാടിയിൽ. മയക്കുവെടി വയ്ക്കാൻ വനം വകുപ്പ് സജ്ജമെന്ന് DFO. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത് വൻ സുരക്ഷയിൽ. വൻ പോലീസ് സംഘത്തെ ആശുപത്രിയിൽ വിന്യസിച്ചത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയതും കനത്ത സുരക്ഷയിൽ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. സംസ്കാരം നടത്തിയത് തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്ന് മക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയ ശേഷം. അറുമുഖന്റെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വനം വകുപ്പ് കൈമാറി.